ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു LinusPlanet. LinusPlanetൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡയറ്റീഷ്യൻ ലിൻഷ ഷെറിൻ. ചെറിയ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ എപ്പോഴും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് വോം ഇൻഫെസ്റ്റേഷൻ അഥവാ കൃമി വിരശല്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്. മിക്കവാറും കുഞ്ഞുങ്ങളിലും വിരശല്യം കാണാറുണ്ട്. കൂടാതെ തന്നെ പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ മുതിർന്നവരിലും കുഞ്ഞുങ്ങളിൽ നിന്ന് പകരുന്ന രീതിയിൽ നമുക്ക് വിരശല്യം കണ്ടുവരാറുണ്ട്. ഒരുപാട് തരത്തിലുള്ള വിരകളുണ്ട്. വിരകൾ എന്ന് പറയുന്നത് പാരസൈറ്റുകളാണ്, അതായത് പരാന്നഭോജികൾ എന്ന് പറയും. ഇത്തരത്തിലുള്ള വിരകൾ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജവും അതുപോലെ തന്നെ മറ്റ് പോഷകങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവർ ജീവിച്ചു പോരുന്നത്. ഇതുവഴി നമുക്ക് ശരീരത്തിന് ധാരാളം ബുദ്ധിമുട്ടുകൾ അവർ സൃഷ്ടിക്കാറുണ്ട്. കുഞ്ഞുങ്ങളിൽ വിരശല്യം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സാധാരണയായിട്ട് ചില കുഞ്ഞുങ്ങളിൽ അവർക്ക് ദഹനക്കേടോ വയറുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ അവർ ഛർദിലും മലത്തിലും വിരകളെ കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മലദ്വാരത്തിൻ്റെ അടുത്ത് ചൊറിച്ചിൽ, ശരീരത്തിൽ മൊത്തം നമുക്ക് ചൊറിച്ചിൽ പോലെയോ തടിപ്പ് പോലെയോ ചില കുഞ്ഞുങ്ങൾ കണ്ടുവരാറുണ്ട്. രക്തക്കുറവ് കാണാറുണ്ട്, മലത്തിലെ രക്തത്തിൻ്റെ അംശം കണ്ടുവരാറുണ്ട്. പോരാതെ ചില കുഞ്ഞുങ്ങൾക്ക് കൂടെ പനിയൊക്കെ വരാറുണ്ട്. കുഞ്ഞിൽ പോഷകാഹാരക്കുറവ് അതുപോലെ തന്നെ വളർച്ച മുരടിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുവരും. ഒരുപാട് തരത്തിലുള്ള വിരകളുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പിൻവേം, ടേപ്വേം, ഹുക്വേം, റൗണ്ട്വേം എന്നീ കാറ്റഗറിയിൽപ്പെട്ട വിരകളാണ്. കൊക്കപ്പുഴു, അതുപോലെ തന്നെ നാടവിര, വട്ടവിര എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാളത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം വിരകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കുഞ്ഞുങ്ങളിൽ എത്തിച്ചേരുന്നത് എന്നാണ് അടുത്തതായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയിലെ ശുചിത്വക്കുറവ് അതുപോലെ തന്നെ വ്യക്തി ശുചിത്വക്കുറവാണ്. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ ടോയ്ലറ്റ് പ്രാക്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ മുതിർന്ന കുഞ്ഞുങ്ങളിൽ നിന്നും ചെറിയ മക്കളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ കൈകൾ വാഷ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് കൈകൾ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത്തരം കുഞ്ഞുങ്ങൾ ധരിച്ച വസ്ത്രം അതുപോലെ തന്നെ അവരുടെ ഇന്നർ വെയേഴ്സ്, അവർ ധരിച്ചിരുന്ന സ്നഗ്ഗീസ്, പാമ്പേഴ്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പിൻവേംസിൻ്റെയൊക്കെയോ ലാർവയും അതുപോലെ തന്നെ മുട്ടയൊക്കെ കാണാം. ഈ പിൻവേമിന് സീഡ് വേം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നിടങ്ങളിലും അവരുടെ ഇന്നർവേഴ്സിലും എല്ലാം ഇത് പറ്റിപ്പിടിച്ചിരുന്ന് പകരുന്നത് കൊണ്ടാണ്. ഇതിൽ ഫീമെയിൽ പിൻവേംസ് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ മലദ്വാരത്തിനടുത്ത് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലാണ് മുട്ടയും ലാർവയും ഒക്കെ നിക്ഷേപിക്കുന്നത്. ഇത്തരം അവസരങ്ങളിൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പാരൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ഇന്നർവേഴ്സ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചോ അതല്ലെങ്കിൽ ഡെറ്റോൾ ആഡ് ചെയ്ത വെള്ളത്തിലോ നന്നായിട്ട് ശുചിയാക്കി എടുത്ത് അത് വെയിലുള്ള സ്ഥലത്ത് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച ഇന്നവേഴ്സും അതുപോലെ തന്നെ സ്നഗ്ഗീസൊക്കെ വാഷ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഡ്രസ്സിൻ്റെ കൂടെ ചേർത്ത് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാതിരിക്കുക. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്നഗ്ഗീസൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. കാരണം മിക്കവാറും അലക്ഷ്യമായിട്ട് നമ്മൾ സ്നഗ്ഗീസും മറ്റു കാര്യങ്ങളും മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം വഴി നമ്മൾ കിണറിലെത്താനും മറ്റുള്ളവരിലേക്ക് എത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ടോയ്ലറ്റ് പ്രാക്ടീസ് ചെയ്യാം. പുറത്ത് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലോ മലമൂത്ര വിസർജനം ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ മറ്റു കുഞ്ഞുങ്ങളിലേക്ക് വലിയവരിലേക്കും ഈ ഒരു പിൻവേം അല്ലെങ്കിൽ മറ്റു വിരകളും എത്താനുള്ള സാധ്യത വളരെയധികം വർദ്ധിതമായിട്ട് നമ്മൾ ഭക്ഷണത്തിലും അതുപോലെ തന്നെ വെള്ളത്തിലും കുടിവെള്ളത്തിലും വരുന്ന ശുചിത്വമാണ്. ഇത്തരത്തിൽ വിര ഉള്ള കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പ്രത്യേകമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം എപ്പോഴും കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മൾ ഡിസ്പോസ് ചെയ്ത സ്നഗ്ഗീസിലൊക്കെ വന്നിരുന്ന പാറ്റകൾ നമ്മളെ കിച്ചണിലൊക്കെ കയറി നമ്മൾ തുറന്നു വെച്ച ഭക്ഷണത്തിലും നമ്മുടെ ശരീരത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ ഈ വിരകളുടെ ലാർവ അതുപോലെ തന്നെ എഗ്സൊക്കെ നമ്മളിലേക്ക് എത്തിയിട്ട് ഇത് പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള ഹൈജീൻ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും വസ്ത്രം ധരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവർ സോഫയിലോ മറ്റോ ഇരിക്കും വഴി ഈ ഒരു എഗ്സും ലാർവയൊക്കെ അവിടെ പറ്റിപ്പിടിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്താനുമുള്ള സാധ്യതയുണ്ട്. ഇതും നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഹൈജീൻ മെഷറാണ്. പ്രത്യേകമായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് വേംസിന് വളരാൻ വളരെ നല്ല ഒരു കാലാവസ്ഥയാണ്. കാരണം ഹ്യൂമിഡ് ആയിട്ടുള്ള ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള വേംസ് ഇൻഫെസ്റ്റേഷൻ വളരെയധികം കൂടും. പൊതുവെ വേം ഇൻഫെസ്റ്റേഷൻ ഉള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? പൊതുവേ നമ്മൾ വേം ഇൻഫെസ്റ്റേഷൻ സമയത്ത് മെഡിസിൻസ് എടുക്കാറുണ്ട്, അല്ലെ ഡീവേമിങ് മെഡിസിൻസ് എടുക്കാറുണ്ട്. പൊതുവേ 6 മാസം കൂടുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. കഴിയുമെങ്കിൽ നമ്മളെ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഇത്തരം മെഡിസിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ അവസരങ്ങളിൽ നമ്മൾ ടോയ്ലറ്റ്സും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇന്നവേഴ്സൊക്കെ നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചും ഡെറ്റോൾ ഉപയോഗിച്ചും കഴുകി വൃത്തിയാക്കി വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഡീവോം ചെയ്തത് ശേഷം നമ്മൾ ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാൻ
കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വൈറ്റമിൻ എ, അതുപോലെ തന്നെ സിങ്ക്, സെലീനിയം പോലുള്ള മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇതുവഴി നമുക്ക് വേംസിന് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ നമ്മളെ വീടുകളിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വേം ഇൻഫെസ്റ്റേഷന് വളരെയധികം നല്ലതാണ്. ഈ ഗാർലിക് വയറിലെ ആസിഡിറ്റി കൂട്ടാനും അതുവഴി ഈ വേംസിനെയൊക്കെ കൊല്ലാനും സാധിക്കും. അതുപോലെ തന്നെയാണ് ജിഞ്ചർ കുട്ടികളുടെ ഡൈജഷൻ നന്നാക്കാനും അതുപോലെ അവർക്ക് ഈ വേംസിനെ പാരസൈറ്റ്സിനെയൊക്കെ തടയാനായിട്ട് ജിഞ്ചർ വളരെ യൂസ്ഫുൾ ആണ്. പഴയ കാലങ്ങളിൽ ചുവന്നുള്ളി നീരും തേനും സമം ചേർത്തിട്ട് വെറും വയറ്റിൽ കുഞ്ഞുങ്ങൾക്ക് വേം ഇൻഫെസ്റ്റേഷന് കൊടുക്കുമായിരുന്നു. ഇതിനകത്തുള്ള സൾഫർ കോമ്പൗണ്ട്സ് പാരസൈറ്റിന് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നൈജീരിയയിൽ നടന്നൊരു പഠന പ്രകാരം പപ്പായ സീഡ്സിലെ എക്സ്ട്രാക്ട് കുഞ്ഞുങ്ങളിലെ വേംസിനെ തടയാനായിട്ട് വലിയൊരു റോള് തന്നെ നയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം എക്സ്ട്രാക്ട് അവൈലബിൾ ആണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ പച്ച പപ്പായയോ പഴുത്ത പപ്പായയോ കറി വെച്ചോ അല്ലെങ്കിൽ പഴുത്തത് അവർക്ക് കഴിക്കാനോ നമുക്ക് നൽകാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മത്തൻ വിത്ത്. വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് മത്തൻ വിത്ത്. അവരുടെ ഭക്ഷണത്തിൽ മത്തൻ വിത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡ് എത്രത്തോളം വൃത്തിയുള്ള അവസരങ്ങളിലാണ് അത് കുക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡീവോമിങ് അവസരങ്ങളിൽ അതല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞിന് അസ്കാരീസ് ഒക്കെ ഇൻഫെക്ഷൻ ഉള്ള അവസരങ്ങളിൽ ഫാസ്റ്റ് ഫുഡുകളോ ബേക്കറി ഐറ്റംസോ പുറമേ നിന്നുള്ള ആഹാരങ്ങളോ കൊടുക്കാതിരിക്കുക. അവർക്ക് നമ്മൾ അധികം ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് വളരെയധികം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കാതിരിക്കുക. മധുരമുള്ള ചോക്ലേറ്റ്സ്, മിഠായികൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇത്തരത്തിലുള്ള കൃമിശല്യം അല്ലെങ്കിൽ വിരശല്യം സാധാരണയായിട്ട് എല്ലാവരും വളരെ ലാഘവത്തോടെ എടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. കുഞ്ഞുങ്ങളിൽ വരുന്ന പോഷകാഹാരക്കുറവ്, അനീമിയ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് അതായത് വളർച്ച മുരടിപ്പൊക്കെ കുഞ്ഞിനെ ഭാവിയിലുള്ള ജീവിതത്തെ വളരെയധികം ബാധിക്കും. ബ്രസീലിൽ 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരു പഠനം നടന്നു. ഈ പിൻവേം ഇൻഫെസ്റ്റേഷനുള്ള കുഞ്ഞുങ്ങളിൽ പഠന വൈകല്യം ഉള്ളതായിട്ടാണ് അവരെ തെളിയിച്ചിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലേക്കൊന്നും നമ്മൾ കുഞ്ഞുങ്ങളെ എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സോ മിക്കവാറും വീടുകളിൽ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും അതുപോലെ തന്നെ പ്രായമായവരെയും ഗർഭിണികളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഈ വേം ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ കൂടിയ തോതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡിവോമിങ് മെഡിസിൻസ് എടുക്കാതിരിക്കരുത്. ഈ ഒരു റെമഡീസ് നമ്മൾ ചെറിയ തോതിൽ ഇൻഫെക്ഷനൊക്കെ തടയാനായിട്ട് സഹായിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വേം ഇൻഫെസ്റ്റേഷൻ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ലിനൂസ് പ്ലാനറ്റ്. സ്റ്റേ ട്യൂൺഡ്.